കൊല്ലത്ത് മത്സ്യത്തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ കാണാതായ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ കോസ്റ്റൽ സ്റ്റേഷനിൽ സമരം തുടങ്ങി. തനിക്ക് നീതി കിട്ടും വരെ സ്റ്റേഷനിൽ നിന്ന് പോവില്ലെന്ന് രേഷ്മ പറഞ്ഞു. നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അതിൽ തൃപ്തിയല്ല. എനിക്ക് ഇത് പോരാ. അപ്പോൾ എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നേവിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, സ്കൂബ ഡൈവേഴ്സിന് കൂടുതലായിട്ട് ഇറക്കി എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ള എൻ്റെ മാത്രം തീരുമാനമാണ്. കളക്ടർ വിളിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനതൊരിക്കലും ഉൾക്കൊള്ളത്തില്ല. വന്ന് നേരിട്ട് ഞാൻ ഉദ്ദേശിച്ചല്ല, ഞാൻ ആവശ്യപ്പെട്ട വകുപ്പിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഉറപ്പ് തരികയോ ഞാൻ പറഞ്ഞ രീതിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പ് തരാതെ ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് മുന്നോട്ടില്ല. അതുവരെ ഇവിടെ തുടരും. ഞാനിവിടെ തുടരും. ഞാനിവിടെ കാണും. ഞാൻ സാറിനോട് പൂർണ്ണമായും നിങ്ങളുടെ ഒരു സമരം തന്നെയാണോ ഇത്? ഇവിടുന്ന് നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നവർക്ക് പോകാനും പറ്റത്തില്ല. ഞാൻ വിടത്തില്ല. എൻ്റെ തീരുമാനം ഉറച്ചതാ, എൻ്റെ നിലപാടുകൾ ഉറച്ചതാ. അതിനപ്പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു അഭിപ്രായവും ഇല്ല, തീരുമാനവും ഇല്ല. എനിക്ക് എൻ്റെ നിലപാട്. രാജ്കുമാർ കൂടി കൊല്ലത്തുനിന്ന് ശരിയാണ്. രാജ്കുമാർ, ഈ മഴക്കാലത്ത് ഏറെ പരിതാപകരമാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. ഈ തിരുവനന്തപുരത്ത് സമാനമായ ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ അതിലും സർക്കാർ നടപടി ഉണ്ടാവുന്നില്ല. ആ ഘട്ടത്തിലാണ് കൊല്ലത്തും. എന്താണ് ഈ രേഷ്മ പറയുന്നത്? ഒരു കുടുംബത്തിലെ 3 പേർ, രാജീവൻ, അദ്ദേഹത്തിന്റെ മരുമകൻ രാധാകൃഷ്ണന്റെ മകൻ ഗൗതം കൃഷ്ണയുടെ വയസ്സ് 25. ആ ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മയുടെ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത്. കഴിഞ്ഞ 7 ദിവസമായി ഗൗതം കൃഷ്ണയെ നഷ്ടപ്പെട്ട് 7 ദിവസം. ഇത് ആദ്യഘട്ടത്തിൽ ഒരു തെരച്ചിൽ, ഒരു പ്രഹസനം പോലെ നടത്തിയതല്ലാതെ പിന്നീട് അങ്ങോട്ട് തെരച്ചിൽ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. അത് ഇന്ന് രാവിലെയും കൈരളി ന്യൂസ് ആ വാർത്ത ഇവരുടെ കുടുംബത്തിന്റെ പ്രതികരണം നൽകിയിരുന്നു. ഇതുവരെ ഈ രാവിലെ ഈ വാർത്ത പോയതിനു ശേഷവും ഒരു തീരുമാനവും സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ആക്ഷേപവും പരാതിയും. മന്ത്രിയുടെ ഷിബു ബേബി ജോൺ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഷിബു ബേബി ജോണിന്റെ മണ്ഡലം കൂടിയാണ് ചവറ. അവിടെ അദ്ദേഹത്തിനെതിരെ പരാതിയില്ല, പക്ഷെ സർക്കാരിന് ഏകോപനമില്ല, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മത്സ്യത്തൊഴിലാളികളോട് കടുത്ത അവഗണന. ഇത് പല സ്ഥലത്തും തിരുവനന്തപുരത്തൊക്കെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതുപോലെ തന്നെയാണ്. കേരളത്തിന്റെ സൈന്യമെന്ന് ഞങ്ങളെ വിളിച്ചു. കേരളത്തിന്റെ സൈന്യത്തെ അങ്ങോട്ട് പല ആവശ്യത്തിനും നേരത്തെയും കൊണ്ടുപോയി, ഇത് ഇപ്പോഴും ഈ വർഷം പുതിയ UDF സർക്കാർ വന്നതിന് ശേഷവും അതേപോലെ കൊണ്ടുപോയി. പക്ഷെ സ്വന്തം കാര്യം മത്സ്യത്തൊഴിലാളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയുന്ന ആ ഒരു വിഷമം അവര് ഇന്നലെയും ഈ പുത്തൻതുറയില് ഈ ഗൗതം കൃഷ്ണയുടെ കുടുംബങ്ങളും അവർക്കൊപ്പം വന്ന് ഈ വള്ളത്തിന്റെ അപകടത്തിൽ, വള്ളം മുങ്ങിയ അപകടത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ ഇക്കാര്യം പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ രേഷ്മ ഇവിടെ ഏതാണ്ട് ഒരു 2:30-3 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നതാണ്. ഈ സമയം അത്രയും ഇവിടെ അവിടെ ആ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവര് ഇപ്പൊ കുറച്ചു മുമ്പ് കൊല്ലം ACP ഇപ്പോൾ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തുന്നു. നിലവിൽ ആദ്യം അവർ പറഞ്ഞിരുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി തനിക്ക് ഉറപ്പ് നൽകണം. ഇത് തന്റെ മകന്റെ ആവശ്യമാണ്. അവൻ ജീവനോടുണ്ടോ അതോ അത് കണ്ടെത്തണം. മൃതശരീരമാണെങ്കിൽ അത് കണ്ടെത്തണം. അത് കെട്ടും വരെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്നുള്ള ഉറച്ച നിലപാടാണ്. ഇവരുടെ ഈ സംസ്കാരം കഴിഞ്ഞിട്ടുള്ള അടിയന്തരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പോലും ഈ മൃതശരീരം കിട്ടിയ ശേഷം മാത്രമേ നടപ്പാക്കൂ എന്നുള്ള ഒരു വാശിയിലാണ്. ആ ചടങ്ങിന് അവർ അത് കാത്തിരിക്കുകയാണ്. ഇത് കിട്ടിയിട്ടേ ചടങ്ങ് നടത്തൂ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു നിലപാട്. അതിനാണ് അവരെ കാത്തിരിപ്പ്. അതിനിടയിലാണ് അമ്മ ഇവിടെ വന്ന് ഈ ഒരു പ്രതിഷേധം ഉയർത്തുന്നത്.